തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ശസ്ത്രക്രിയ ഉപകരണം കാണാതായതിൽ ഡോക്ടർ ഹാരിസിനെ സംശയമുനയിൽ നിർത്തി അധികൃതർ. കാണാതായ ഉപകരണം ഡോക്ടർ ഹാരിസിന്റെ റൂമിൽ പിന്നീട് ആരോ കൊണ്ടുവച്ചുവെന്ന് സംശയിക്കുന്നതായി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സർവീസിനയച്ച തകരാറിലായ ഉപകരണങ്ങൾ തിരികെ എത്തിച്ചതാണെന്ന ഡോക്ടർ ഹാരിസിന്റെ മറുപടി. വാർത്താസമ്മേളനത്തിന്റെ റിപ്പോർട്ട് വായിക്കാൻ ആവശ്യപ്പെട്ട് സൂപ്രണ്ടിന് ഫോൺ കോൾ വന്നതും വിവാദമായി. തന്നെ കൊടുക്കാൻ നീക്കം നടക്കുന്നുവെന്ന ഡോക്ടർ ഹാരിസിന്റെ ആരോപണത്തിന് പിന്നാലെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലും സൂപ്രണ്ടും സംയുക്തമായി വാർത്താസമ്മേളനം നടത്തിയത്. ഡോക്ടർ ഹാരിസിന്റെ മുറി 2 തവണ പരിശോധിച്ചതായി പ്രിൻസിപ്പൽ പറഞ്ഞു. കാണാതായ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം ഓഗസ്റ്റ് 6-ന് ആദ്യ പരിശോധനയിൽ കണ്ടെത്തി. ഇന്നലെ വീണ്ടും പരിശോധന നടത്തിയപ്പോൾ മോസിലോസ്കോപ്പ് എന്ന ഉപകരണം വാങ്ങിയതിന്റെ ബിൽ കണ്ടെത്തിയത് അസ്വാഭാവികമാണെന്നാണ് അധികൃതരുടെ ആരോപണം. അവിടെ ഞങ്ങൾ ഒരു ഉപകരണം കണ്ടു, അത് പരിശോധിച്ചു. അവിടെ വേറൊരു ബോക്സും കൂടി ഇരിക്കുന്നു. പക്ഷേ ആ ബോക്സ് മിനിഞ്ഞാന്ന് കണ്ടില്ലായിരുന്നു. അതിൽ ചെറിയ രീതിയിലുള്ള ബില്ലുകളും കാര്യങ്ങളും കണ്ടപ്പോൾ അതിൽ എന്തോ അസ്വാഭാവികത ഉണ്ട് എന്ന് തോന്നുകയും CCTV നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി. ഒരു അടയാളമായി കാണുന്നു. വാർത്താ സമ്മേളനത്തിനിടെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് വന്ന ഫോൺ കോൾ ഉന്നതങ്ങളിൽ നിന്നുള്ളതാണെന്നാണ് സംശയം. ഇതിൽ എഴുതിയിട്ടില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. KGMCTA വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ഡോക്ടർ ഹാരിസ് മറുപടി നൽകി. തകരാറിലായ ഉപകരണങ്ങൾ സർവീസിന് നൽകി തിരിച്ചെത്തിച്ചതാണെന്ന് ഡോക്ടർ ഹാരിസ് വാട്സ്ആപ്പ് സന്ദേശത്തിൽ പറഞ്ഞു. വിവിധ ആവശ്യങ്ങൾക്ക് തന്റെ മുറിയിൽ ജീവനക്കാരും വിദ്യാർത്ഥികളും എത്താറുണ്ടെന്നും ഹാരിസ് മറുപടിയിൽ പറയുന്നു. വിഷയത്തിൽ സ്വതന്ത്ര അന്വേഷണം വേണമെന്ന് KGMCTA ആവശ്യപ്പെട്ടു. ഡോക്ടർ ഹാരിസിനെ സംരക്ഷിക്കുമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കഫീൽ ഖാനെ BJP സർക്കാർ വേട്ടയാടിയതിനേക്കാൾ ക്രൂരമായിട്ടാണ് പിണറായി സർക്കാർ ഡോക്ടർ ഹാരിസിനെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ വേട്ടയാടുന്നത്. ഗൂഢാലോചന നടത്തി വേട്ടയാടുക. അതിനെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കും. മീഡിയ 1 തിരുവനന്തപുരം.